അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, കേരളക്കരയിൽ അടുത്ത കാലത്തായിട്ട് ഒരു വിഡ്ഢം വിഭാഗം എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ പറയുന്നത് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്നാണ്. അതിനേക്കുള്ള ഒരു വിശദീകരണം ഒരു പണ്ഡിതൻ വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. വിസ്ഡം എന്ന് പറയുന്ന സംഘടനയായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ യോജിക്കാത്തതെന്നാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. വിസ്ഡത്തിനായിട്ട് നമ്മൾക്ക് കുറേ അഭിപ്രായ വ്യത്യാസമുണ്ട്, എല്ലാം കൂടി പറയാൻ നമുക്ക് സമയമില്ല. പക്ഷേ വിസ്ഡമായിട്ട് നമ്മൾക്ക് ഏറ്റവും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുള്ളത് അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ അവർ ശിർക്കല്ല എന്ന് പറഞ്ഞു. അതാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം. റബ്ബ് അള്ളാഹു ശിർക്കായി പഠിപ്പിച്ച ഒരു കാര്യത്തെ ശിർക്കല്ല എന്നവർ പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങളൊരു ഉദാഹരണം ആലോചിച്ച് നോക്കാം. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശിർക്കാണോ? ആണെന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈപ്പൊക്കിയേ. അൽഹംദുലില്ലാ, എല്ലാ കൈയും പോന്നീര്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരാളത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? അവനെ നിങ്ങളെ ആദർശത്തിലെ കൂട്ടുകാരനാക്കോ? പിന്നെ അത്രയും നമ്മളും ചെയ്തിട്ടുള്ളൂ. ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ശിർക്കല്ല എന്നവർ പറഞ്ഞു. പിന്നെ അവർ ഹറാമെന്നാണ് പറഞ്ഞത്, വസീലത്ത് ശിർക്ക് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരു പറച്ചിൽ പറയാ. ഈ ഹറാമെന്ന് പറഞ്ഞാലും വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞാലും ശിർക്കല്ല എന്നാണല്ലോ അവർ പറഞ്ഞത്. നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്? ജിന്ന് പിന്നെ മലക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് ഗൈബിയായ സൃഷ്ടികളാണ്, അദൃശ്യമായ സൃഷ്ടികളാണ്, മറഞ്ഞ സൃഷ്ടികളാണ്. ആ ഗൈബിയായ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്. ഇതാണ് നമ്മളെ വിശ്വാസം. അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ശിർക്കല്ലാത്ത ഏരിയ ഉണ്ട് അതിൽ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അള്ളാഹു ശിർക്കാക്കിയ ഒരു കാര്യത്തെ ശിർക്കല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവന്റെ വിധി എന്താണ്? അവൻ കാഫിറാണ്, അവന് കാഫിറായി പോവും. അള്ളാഹ് ഒരു കാര്യം ശിർക്ക് എന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് ശിർക്കല്ല, ഹറാമാണ് പക്ഷെ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കാഫിറായി പോയി, മതത്തിൽ നിന്ന് പുറത്തു പോവും. അത്ര വലിയ സീരിയസ് ആയ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിസ്ഡവുമായിട്ട് നമ്മൾ സഹകരിക്കാത്തത് ഈ ഷിർക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ്. അതിലും വലിയ ഷിർക്കിനും വലിയ പാപില്ലല്ലോ. ഉണ്ടോ? ഷിർക്കിലും വലിയ പാപുണ്ടോ? ഏറ്റവും വലിയ പാപം ഏതാ? ഷിർക്കാണ്. ആ ഷിർക്ക് വിസ്ഡത്തിന്റെ ചിന്തയിലുണ്ട്, വിസ്ഡത്തിന്റെ പ്രബോധനത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിസ്ഡവുമായിട്ട് സഹകരിക്കാത്തത്. അല്ലാതെ വിസ്ഡത്തിനോട് വേറെ പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. ഇത് നമുക്ക് സഹകരിക്കാൻ പറ്റൂല. എഴുതിയതിനെ ഫൈസൽ മുസ്ലിയാർ ന്യായീകരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ആദ്യം അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. ഈ പണ്ഡിതനെ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. 2012-13 കാലഘട്ടത്തിൽ നമ്മുടെ ഫൈസൽ മുസ്ലിയാറുമായിട്ട് ഫൈസൽ മുസ്ലിയാർ ഈ സൂറത്തന്നാമിലെ 128-ാം നമ്പർ ഇതിന് വേണ്ടിയിട്ട് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനിച്ച സൂറത്തന്നാമിലെ 128-ാം നമ്പർ ആയത്തോതുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് സാനിസ് വാടാനപ്പള്ളി, അദ്ദേഹവുമായിട്ട് നല്ല ദീർഘമായ ചർച്ചകൾ നടന്നിരുന്നു. ആ പണ്ഡിതനാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടുവല്ലോ. അള്ളാഹു ഖുർആനിൽ പറയുന്നത് ജിന്നിനെ വിളിക്കൽ അത് ഷിർക്കാണ് എന്നാണ്. വിഡംകാർ പറയുന്നത് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന്. അപ്പോൾ അത് പണ്ഡിതൻ പറയുന്നത് അവർ കാഫിറായി. എന്താ സംശയം? അദ്ദേഹം പറഞ്ഞതിന് യാതൊരു അപകടവുമില്ല. ആരും തെറ്റിദ്ധരിക്കേണ്ട കാഫിർ എന്ന് പറഞ്ഞതിൽ.
അള്ളാഹുവിൻ്റെ കലാമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഏതെല്ലാം നിങ്ങൾക്ക് ആയത്ത് വേണം, അതായത് ജിന്നിനെ വിളിക്കൽ ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആയത്ത് എത്ര വേണം, അത്തരം ആയത്തുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു പ്രാസംഗൻ അഥവാ മുസ്ലിയാക്കന്മാർ ആരെങ്കിലും ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. തയ്യാറുണ്ടെങ്കിൽ പറയണം. പക്ഷെ നിങ്ങൾ എൻ്റെ പണ്ഡിതത്തെ നോക്കണ്ട, ഞാൻ നിങ്ങളുമായി ചർച്ച നടത്താൻ തയ്യാറാണ്. ഇവിടെ കുറേ ഈ വിഷയത്തിൽ തൗഹീദിൻ്റെ കാര്യത്തിൽ കുറേ കോളേജുകളിൽ പോയി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരേണ്ട ആവശ്യമില്ല. വളരെയധികം ഇത്തരം ഒരു എളുപ്പമുള്ള സംഗതി തൗഹീദും ശിർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ട് ഇവിടെ വളരെയധികം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയതിനാലാണ് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുന്നത്. ഞാൻ തയ്യാറാണ്. അതായത് ജിന്നിനെ വിളിക്കൽ ഷിർക്കാണ്. ഷിർക്കായി കഴിഞ്ഞാൽ അത് കാഫ്രായി എന്നാണ്. അത് യാതൊരു അബദ്ധവുമില്ല ആ പണ്ഡിതൻ പറഞ്ഞതിൽ. കാരണം ഞാൻ ചോദിക്കുന്നു, എന്തെല്ലാം അപകടം പിടിച്ച സംസാരമാണ് ഈ വിഡം മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നത്, എന്തെല്ലാം പഴച്ചവാദമാണ് സംസാരിക്കുന്നത്. ആരാണ് ഈ ഫൈസൽ മുസ്ലിയാർ? ഏതെല്ലാം സംവാദങ്ങൾ ഈ സൂറത്തന്നാമിൽ 108 നമ്പർ ആയത്തിനെ വിശദീകരിച്ചില്ല. പണ്ട് കാന്തപുരം വിശദീകരിച്ചതുപോലെ വിശദീകരിച്ചില്ലേ ഈ ഫൈസൽ മുസ്ലിയാറാണ് കോളേജിൽ നേതൃത്വം നിർവഹിക്കുന്നത്. അവിടെ പഠിച്ചു വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ആ തലമുറ? ആ കുട്ടികളുടെ തലമുറ എന്തായിരിക്കും അവിടെ എത്ര കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്? ഏകദേശം 400 ചില്ലാനം കുട്ടികൾ പഠിക്കുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാൽക്കുലേഷൻ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇത്തരം കുട്ടികൾ ഇനി വരുന്ന തലമുറ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്നും നിലനിൽക്കുമ്പോൾ എന്തൊക്കെ ഈ ഫൈസൽ മുസ്ലിയാർ സംസാരിച്ചു, എന്തെല്ലാം നമ്മൾ സിറാജ് വാലിശൻ സംസാരിച്ചു, എന്തെല്ലാം നാസിർ സലാഹി സംസാരിച്ചു, അല്ലെങ്കിൽ മുജാഹിദ് വേലി സംസാരിച്ചു, എന്തൊക്കെ അവിടെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുമല്ലോ എന്നും. പക്ഷേ ഇനി വരുന്ന തലമുറൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ വേണം, ഞാനിതാ ഇതിൽ വീഡിയോ ഇടാം, പോസ്റ്ററും ഇടാം. നിങ്ങൾക്ക് ശരിക്കും ഇവരെ പറ്റിയിട്ട് പഠിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെ ഒരു വിലയിരുത്തണം. എന്നിട്ട് ഇത്രയെല്ലാം ഇവർ എന്തെല്ലാം അപകടം പിടിച്ച സംസാരിച്ചിട്ട് പേക്ഷവാദം സംസാരിച്ചിട്ട് കുറ്റപ്പെടുത്തുന്നത് KNMൻ്റെ പേരിൽ. KNMിലാണ് കുറ്റപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ ബാധമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ എന്താ ഈ ബാധം എന്ന് പറഞ്ഞാൽ സന്ധിൻ്റെ രോഗം പിടിക്കുക. ഇതാ ബാധം എന്ന് പറഞ്ഞാൽ ബാധമൊന്നും ഞങ്ങൾക്ക് അങ്ങനത്തെ ബാധമില്ല എന്ന് നിങ്ങൾ ഏതടിസ്ഥാനത്തിൽ പറയുന്നത്? എല്ലാം KNMാണ് ഇതിൽ കാരണക്കാരനാന്ന് പറയുന്നത്. അവർ ഞങ്ങളുടെ പേരിൽ അപരാധം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ ഈ സംസാരിക്കുന്നതൊക്കെ എന്താണ് സംഭവം? ഇത് നിങ്ങൾ സംസാരിച്ചല്ലേ അല്ലെ? നിങ്ങളെ കൂടെ വന്ന് ജിന്നു കൂടി സംസാരിച്ചതാ? നിങ്ങൾക്ക് ജിന്നിൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്ത് നിങ്ങളെ ഹൃദയത്തിൽ ജിന്ന് കയറിയതാ? നിങ്ങൾ നാവുകൊണ്ടല്ലേ സംസാരിച്ചിരിക്കുക? ഫൈസൽ മുസ്ലിയാറായി ആരെല്ലാം അതെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ഇടുന്നുണ്ട്. ധാരാളക്കണക്കിന് വിഡം പ്രാസംഗന്മാർ വളരെയധികം പേക്ഷവാദങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിലാണ് ആ പേക്ഷവാദം ഇടുന്നത്. ആ ഇട്ടത് തന്നെ വളരെയധികം ഒരു സിമ്പിളിന് മാത്രമേ ഇട്ടുന്നേ ഉള്ളൂ. ധാരാളക്കണക്കിന് വേറെയുമുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വീണ്ടും ഇടാൻ തന്നെ പരിശ്രമിക്കും. കാരണം ഇത് തൗഹീദും ശിർക്കും മനസ്സിലാവണം എന്താണെന്നുള്ളത്. ആയതിനാൽ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ വിഡം പ്രാസംഗന്മാരോട് പറയാനുള്ളത്, ഇനി ആരായിരുന്നാലും ജിന്നിനെ വിളിക്കൽ ഷിർക്കാണെന്ന് ഓപ്പണായിട്ട് പറയണം. ജിന്നിനെ വിളിക്കൽ ഷിർക്കാണ് എന്ന് ഓപ്പണായിട്ട് പറയണം. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എത്ര പേക്ഷവാദങ്ങളാണ് ആരൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പിൻവലിക്കണം. നിങ്ങൾ KNMിലേക്ക് വരണമെന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ മതി. കാരണം എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളോട് സഹകരിക്കാം. ഇത്തരം 2 കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എത്രമാത്രം മരിച്ചവരെ വിളിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം നിങ്ങൾ അവരെ വിമർശിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ ജിന്ന് വിളിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ശിർക്കാണെന്ന് എന്തുകൊണ്ട് പ്രഭാഷണത്തിൽ പറയുന്നില്ല? നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പരിപാടി നടത്തുമ്പോൾ ധാരാളക്കണക്കിന് ആളുകൾ സംഘടിക്കുന്നുണ്ട്. ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് എന്താണ് ഫലം? അങ്ങനെ ഇപ്പോൾ പുരോഹിതന്മാർ കൊള്ളസംഘക്കാരില്ലേ ധാരാളക്കണക്കിന്?
അവരുടെ കൂടെ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ എത്രമാത്രം ഭൂരിപക്ഷം ജനങ്ങളും അവരാണല്ലോ കൊള്ളസംഘക്കാരുടെ കൂടെയല്ല പുരോഹിതന്മാരുടെ കൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ വിലയിരുത്തൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കിയിട്ടല്ല ഇസ്ലാമിനെ വിലയിരുത്തൽ. പ്രമാണം നോക്കണം എന്താണ് എന്നുള്ളത്. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ഈ പഴച്ചവാദങ്ങൾ സംസാരിക്കുക, എന്നിട്ട് KNMൻ്റെ പേരിൽ അപരാധം പറയാം. KNMൻ്റെ പേരിൽ അപരാധം പറയാം. എന്തിനാണ് നിങ്ങൾ ഈ KNMനെ നിങ്ങൾ വിമർശിച്ചതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നരകത്തിലേക്ക് പോകുന്നത്? നമ്മൾക്ക് നരകത്തെ എങ്ങനെ സഹിക്കാൻ സാധിക്കും? അവിടെ എന്ത് ഏഷ്യാമറ്റുണ്ടോ നരകത്തിൽ? നരകം സൃഷ്ടമല്ല, നാം ഏവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. ആയതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ 2 കാര്യങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. 1, സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിക്കുക. 2, ജിന്നിനെ വിളിക്കൽ ശിർക്കാണെന്ന് ഓപ്പണായിട്ട് എല്ലാ പ്രഭാഷണത്തിലും മറ്റ് സാധാരണക്കാരും അത് വെളിപ്പെടുത്തുക. ആയതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലമായി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.